ഇന്ന് നമ്മൾ മിനിയേച്ചർ കുക്കിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ ചെയ്തത് ഞാൻ മസാല ദോശയും ചായ ചെയ്തു, ഞാനിവിടെ പാസ്തയും ചെയ്ത് പിന്നെ ബ്രെഡ് ടോസ്റ്റും ചെയ്ത്, ഞാൻ ഇഡ്ലിയും പിന്നെ കോഫി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ചമ്മന്തി അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ നമുക്ക് എന്തൊക്കെ കിട്ടുക നോക്കാം. ഞങ്ങൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇരുന്നിട്ടൊക്കെ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ, അപ്പൊ നിന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ലോട്ടിടാം. ഞാനിത് ചപ്പാത്തി എഗ് കറി ആയിട്ട് എനിക്ക് കിട്ടിയത്. ഫ്രൈഡ് റൈസും ജ്യൂസും. എനിക്ക് ഫലൂദയും ജ്യൂസും ആണ് കിട്ടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ ഇത് പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല കുഞ്ഞു ചപ്പാത്തി കുഞ്ഞു എഗ് കറി ഒക്കെ ഉണ്ടാക്കുക. എഗ് കറി ഉണ്ടാക്കി വരെ നല്ല രസം ഉണ്ടാവും. ഇതില് ഞാൻ കുഞ്ഞതായിട്ട് ചപ്പാത്തി വറുത്തണ്ടേ, അത് ശ്രീ ഉണ്ടാക്കുന്ന ഫലൂദന്റെ ഗ്ലാസ് ഇതിന്റെ കൊള്ളുന്ന കുഞ്ഞു ഫലൂദ വേണം ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോഴുള്ള ഇവിടെ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിന് ഇനി കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞതാക്കണം. അതിന്റെ ഉള്ളിൽ ഫ്രൂട്ട്സിന് തന്നെ ഇതിന് അത്ര വലുപ്പമുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞാക്കിയിട്ട് അതിനെക്കാട്ടും കുഞ്ഞാക്കിയിട്ട് ഐസ്ക്രീം കൊടുക്കും. നല്ല രസം ഉണ്ടാവും. അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി ഞാൻ എടുക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഇത് കഴുകണം കേട്ടോ. നമുക്ക് ഞാനിതേ അരി എടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് കഴുകിയെടുക്കാം. സ്പൂണോട് കഴുകിയ വൃത്തിയാവില്ല. ശരിക്കും ഇങ്ങനെ കഴുകണ്ട, അതിനുള്ള ഇതില്ല അല്ലേ? ഇല്ല, ഇങ്ങനെ കഴുകിയെടുക്കാം. വൃത്തിയാവുന്നുണ്ട് കേട്ടോ, കണ്ടോ. ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി കുഴച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ മാവ് ആദ്യത്തിൽ എടുത്ത് വെക്കട്ടെ. ഒരു 3 ചപ്പാത്തിയൊക്കെ പോരെ? ഓ ധാരാളം. ഇനി ഇതിലേക്കുള്ള ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതെങ്ങനെ കുഴയ്ക്കും ജി? എനിക്കൊരു ഐഡിയ ഇല്ല. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് സ്പൂണോണ്ട് ഇങ്ങനെ കുഴച്ച് നോക്കട്ടോ. എന്നിട്ട് ഒന്നും മിക്സ് ആയി വന്നു കഴിഞ്ഞാല് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് കുഴയ്ക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ അത് അലിഞ്ഞു പോകും, കുറഞ്ഞു പോയാൽ ഹാർഡായി പോകും. ഇത് കണ്ടോങ്ങള്, ഇതെനിക്ക് ഫലൂദയ്ക്കുള്ള കുഞ്ഞു പാത്രം, ഇത് ജ്യൂസിനുള്ള കുഞ്ഞു പാത്രം. ഇതിനുള്ള ജ്യൂസും ഫലൂദയാണ് ഞാൻ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് 2 ടൈപ്പ് ഐസ്ക്രീമാണ് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. സ്ട്രോബെറി ഉണ്ട്, വാനിലയും ഉണ്ട്. അത് കുഞ്ഞ് 2 മഗ്ഗിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കത്തിയില്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് അരിയാൻ വേണ്ടിയിട്ട് കുറച്ച് മൂർച്ചയുള്ളൊരു പ്ലക്കർ ഞാൻ എടുത്തതാണ് കേട്ടോ. അനക്ക് അടുപ്പിന്റെ ആവശ്യമില്ലല്ലേ? എനിക്ക് അടുപ്പിന്റെ ആവശ്യമില്ല. അതിൽ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ ഉണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, പിന്നെ നാരങ്ങ ഫ്രൂട്ട് സലാഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റേ മാംഗോയും ഉണ്ട്. ആ മാംഗോ ആപ്പിളിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ആപ്പിൾ മാറിയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം നേരമായി കേസ് ഇവിടെ ഇരിക്കുന്നത്, അതിനോട് ആപ്പിളിന്റെ നിറമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ചപ്പാത്തിന്റെ മാവ് ഏകദേശം ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്പൂണോണ്ട് തന്നെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം. കുറച്ചും കൂടെ പൊടി ഇടണം. സല്ലുവിനും ഉണ്ട് കേട്ടോ. സല്ലു ചപ്പാത്തി 4 ചപ്പാത്തിക്ക് ചപ്പാത്തി തിന്നിട്ട് എല്ലാരും പോയാൽ മതി. അതെ, ഞാനിത് ചപ്പാത്തി പലകയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ നീഡ് ചെയ്തെടുക്കാൻ പോവാട്ടോ. കുറച്ച് പൊടി ഇടാം, എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് പണിയുണ്ട് അല്ലേ? മെനക്കെട്ട പണിയാ. ഇതിങ്ങനെ വെള്ളം കൂടിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഇനി പൊടി ഇട്ടിട്ട് 4 ചപ്പാത്തി എന്നുള്ളത് 8 ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കുഴപ്പമില്ല, ഒരാൾ 2 ചപ്പാത്തി തിന്നാലും വയററിയും. 2 വേണമല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പൊമഗ്രനേറ്റ് കേട്ടോ. ഇതിൽ ഒന്നെടുത്തിട്ട് ഈ ഫലൂദന്റെ പാത്രത്തിൽ ഇട്ടാൽ ആ ഫലൂദന്റെ പാത്രം പകുതി മുക്കാലും ഫില്ലാവും. അപ്പൊ ഇത് നമുക്ക് ആദ്യം മുറിച്ചെടുക്കണം. ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് എന്ത് വെച്ചിട്ടാ കട്ട് ചെയ്യുന്നേ? മറ്റേ പ്ലക്കർ വെച്ചിട്ട്. വേറെ കുഞ്ഞ് കത്തിയില്ലല്ലോ. അങ്ങനെ നമ്മൾ പൊമഗ്രനേറ്റ് ഇവിടെ കഷ്ടപ്പെട്ട് കുറച്ച് പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ അരിയാം കേട്ടോ. നല്ല കുനുകുന അരിയണം നമുക്ക്. ഗൈസ്, ഞങ്ങൾ അടുപ്പിലെ വിറക് മാറ്റി മെഴുകുതിരി ആക്കിയിട്ടുണ്ട്. വിറക് ഇങ്ങനെ എപ്പോഴും തീർന്നുകൊണ്ടിരിക്കുക, അപ്പൊ ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മെഴുകുതിരി ആക്കി. ഇനി ഇവിടേക്ക് ചെമ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് അരി ഇടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, ഞാൻ ആദ്യം തന്നെ എക്കറി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കായി വരുമ്പോഴത്തേക്ക് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് എക്കറി സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെറൈറ്റി ഫ്ലേവർ, കുറച്ച് നല്ല അടിപൊളി ഫ്ലേവർ കിട്ടിക്കോട്ടെ. അപ്പോൾ കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടായിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. അരി ഇടാനുള്ള വെള്ളം ചൂടായി വരുന്നുണ്ട് ഗൈസ്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ആവശ്യത്തിലുള്ള അരി ഗൈസ് ഞാൻ ഇത് ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ബാക്കി നാളെയും കഴിക്കാമല്ലോ അല്ലേ? ബാക്കി തിളപ്പിച്ച് ഊറ്റിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പൊ ഇതൊന്ന് തിളച്ച് റെഡി ആയിട്ട് വരട്ടെ. ഈ മിക്സിയിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അധികം നേരമില്ല. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ആക്കി വെച്ചാൽ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാലോ. മാംഗോ ജ്യൂസ് ആക്കാം. അപ്പൊ അതായിരിക്കും നല്ല. എനിക്ക് അത് മിക്സിയിൽ അടിഞ്ഞു വരുന്നതെന്ന് കാണണം. എനിക്ക് ഭയങ്കര ആഗ്രഹം. അതോളം എന്തെങ്കിലും എടുത്ത് സ്പൂണിലെടുത്ത് കൊത്തി ആക്കി എടുക്കും. അത് ജ്യൂസ് ആക്കി എടുക്കട്ടെ. ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഈ ഹോട്ടൽസിലൊക്കെ നമുക്ക് ഈ ജ്യൂസ് കടയിലൊക്കെ ഉള്ള പോലെ തന്നെ അതേപോലത്തെ ഒരു മിക്സിയും ട്രാൻസ്പെറന്റ് ആയിട്ട്. പാൽ ഒഴിക്കണ്ടോ? പാല് കുറച്ച് ഐസ്ക്രീം ഇട്ടോ. ഐസ്ക്രീം ഇടാം അല്ലേ? ഏതാടണ്ടേ? വാനില മതി. ഓ, ആഗ്രഹമായിട്ട് കുറച്ചിട്ടോ.
കുറച്ച് സ്ട്രോബെറി കൂടി കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി സാധാരണ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഇത് പ്ലഗിൽ കുത്താണ് വേണ്ടത്. പക്ഷെ അത് സിനിമയിലില്ലേ പ്ലേറ്റുകളൊക്കെ അവിടെ വെച്ചോളൂ, അതൊന്നും മിഷൻ കൊണ്ടുപോയില്ല, ഞാൻ തന്നെ എല്ലാവരും പോയി കഴുകി വെക്കുന്നു. അതേപോലെയാണ്. അപ്പം ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ കയ്യിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ. മിക്സിന്റെ സൗണ്ട് ഇട്ട് കൊടുക്കണം സല്ലു. കണ്ടാ ഗൈസ് കറക്റ്റ് ജ്യൂസായി വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന ഒഴിവാക്കിയിട്ട് ഷെയ്ക്കായി വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്പൂണ് കാണുന്ന നിങ്ങൾ ഒഴിവാക്കിയതിൽ കറക്റ്റ് മിക്സിയിൽ അടിഞ്ഞ് വരുന്ന പോലെ തന്നെ ഉണ്ട്. കണ്ടോ ജ്യൂസ് റെഡി. 4 ഗ്ലാസ്സിലേക്ക് ആക്കണോ? അതിന് മാത്രം ഉണ്ട്. അപ്പൊ ജ്യൂസ് ഗ്ലാസ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. അപ്പൊ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. നല്ല മാംഗോ പൾപ്പിന്റെ ഷേക്കാണ്. അതെ. ഇനി കുറച്ച് ഇതിൽ തരും. ഏതില്? ആ ജ്യൂസ് ഗ്ലാസ്സിൽ തരാം. ഇത് ഷാമിക്ക്, ഇത് സല്ലുവിന്, ഇത് ഷാമിക്ക്. 5 കിലോ ഗ്ലാസ് എടുക്കിനി. 5 കിലോ വേറെ ഒന്നുണ്ട്. സല്ലുവിനുള്ളതായി ഷാമിക്കുള്ളതായി 5 കിലോ. 5 വെറൈറ്റി ഗ്ലാസ് ആണ്. ഗൈസ് അരി ഇത് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. കറക്റ്റ് ചോറിന്റെ സ്മെല്ല് നോക്കി നമ്മള് വലിയ ചെമ്പില് തിളച്ച് വരുന്ന അതേപോലെ തന്നെ അരി വരുന്നുണ്ട്. ഞാനിതാ ഉള്ളി ഇടാൻ പോവാണ് കേട്ടോ. ഈ ഓയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. മതി ഗൈസ്. ഞാനിതാ എനിക്ക് 2 സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ശ്രീ എന്തായാലും അടുപ്പ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ അടുപ്പ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി വഴണ്ടി വരണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അടുപ്പ് ഞാനിതാ കത്തിച്ചിട്ട് പാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉരുട്ടി എടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഈ ബോൾസ് നമുക്ക് നല്ല കുഞ്ഞാക്കി എടുക്കണം. ഈ ഒരു സൈസിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. 8 ചപ്പാത്തി വേണമെന്നാണ് ഇവർ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ആക്കിയെടുക്കാം. ചോറ് ഏകദേശം ആയിട്ടുണ്ട്. വെന്തിക്കുന്നു നോക്കട്ടെ. എന്താ കുറച്ചുകൂടെ വേവാണ്ട്, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. പക്ഷെ ചോറിനെ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 പേർക്കുള്ള 4 ഗ്ലാസ് ജ്യൂസ് ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് സല്ലൂനുള്ളത്, ഷാമിക്കുള്ളത്, 5 എനിക്കുള്ളത്. ഈ 4 ഗ്ലാസ് ജ്യൂസ് നമ്മൾ ഈ മിക്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി നമ്മളിത് ഈ ഫലൂദ ഉണ്ടാക്കാനുള്ള പാത്രം ഇതേവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഫലൂദ പ്രസന്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേവിടെ സ്ട്രോബെറി ഐസ്ക്രീമും വാനില ഐസ്ക്രീമും ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീം, വാനില ഐസ്ക്രീം ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരിയാണ് ഗൈസ്, ഇത് ഇങ്ങനെ തന്നെ വീഴുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലക്കർ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. അതാ കറക്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇടാം കേട്ടോ. വളരെ കുറച്ച് ആപ്പിൾ ഇടാം. പിന്നെ നമുക്ക് കുറച്ച് മാംഗോ ഇട്ട് കൊടുക്കുക. മാംഗോയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പീസ് പൊമഗ്രനേറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നിറഞ്ഞ്. എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ കുറച്ചും കൂടെ ആപ്പിളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 പീസും കൂടെ ആപ്പിൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേ സ്ട്രോബെറി ഐസ്ക്രീം ഇടാൻ പോവാണ് കേട്ടോ. ഇനി മറ്റേ സൈഡിൽ നമുക്ക് വാനിലയും കൂടെ ഇടാം. അതെങ്ങാനും മുഴുവൻ വീണ് പോയാൽ ഗ്ലാസ് പറഞ്ഞു. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 3 സ്കൂപ്പ് ഐസ്ക്രീം, അതിൻ്റെ അടിയിൽ ഫ്രൂട്ട്സ്. ഇനി ഏറ്റവും ടോപ്പിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ടോപ്പിൽ ഇതേ ഒരു പൊമഗ്രനേറ്റ് ഡെക്കറേഷനും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതേ ഒരു ഫലൂദ ഇവിടെ റെഡിയാണ്. 4 ഗ്ലാസ് ജ്യൂസും. അപ്പൊ എന്റെ പണി കഴിഞ്ഞ ഗൈസ്. ഇത്രയും ഫുഡായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊരു പ്ലേറ്റിൽ നല്ല ഭംഗിയിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാനിതാ ഇവിടെ ചപ്പാത്തിക്കുള്ള ഉണ്ടകളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട തക്കാളി ഇട്ട് കൊടുക്കാം. 5 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വലിയ പണിയിലാണ്. ഇനി ഇതൊന്നായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. ഈ തവ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പലകേൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തീൻ്റെ ഉണ്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അയ്യോ, എടുക്കുമ്പോ ഒക്കെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇത് കണ്ടോ, നല്ല കുഞ്ഞു ചപ്പാത്തിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവയിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടിയിട്ട് അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഹായ്,
ഇനി 10 സെക്കൻഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം ഗൈസ്. കറക്റ്റ്. നല്ല അടിപൊളി ചപ്പാത്തി ഇവിടെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫ്രൈഡ് റൈസിനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ, ഉപ്പൊക്കെ ഇട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കണല്ലോ അല്ലേ? കറക്റ്റാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് എന്റെ കറിയിലേക്ക് മസാലപ്പൊടിയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ. പുകച്ചുണ്ട് ഇവിടെ ഫുള്ള്, ഇവിടെ മൊത്തം പുകയായി ഗൈസ്. അപ്പൊ ആദ്യം തന്നെ ഞാനിതാ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നല്ല അടിപൊളി കറിയാവും അല്ലേ? അടിപൊളിയാവും. മുളക് എപ്പോഴും കൂടുതൽ ഇടല്, ഇത്തിരി കുറച്ചുണ്ട്. ഇനി ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് എഗ് ഇടുന്നതാണ് കാണുന്നത്. എഗ് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ടാട്ടോ ഇടാം, എന്നാലാണ് എല്ലാവർക്കും കിട്ടുള്ളൂ. ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഗൈസ്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഈ എഗ് കറിയിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം കേട്ടോ. ഇതിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ ചപ്പാത്തി വരണം ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ കാസറോളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഓ ഇതുണ്ടോ ഒരു ചപ്പാത്തി റെഡി. ഇനി നമുക്ക് ഈ കാസറോൾ മൂടി വെക്കാം, ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഈ ചോറൊന്ന് ഇറക്കി വെക്കട്ടെ. അതിന് ശേഷം എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കും. മസാല അല്ല, ഫ്രൈഡ് റൈസിലേക്ക് നമുക്ക് ഉള്ളി, ക്യാരറ്റ്, ഈ വെജ് ഫ്രൈഡ് റൈസ് ആട്ടോ. ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കടായി എടുക്കാം. ഈ കടായി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി ഇതങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ കോഴിമുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേ ഏക്കറുണ്ടല്ലോ അഞ്ചി. കുറേ ഉണ്ട്, ഇത് എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. ഇനി അതൊന്ന് തിളച്ച് ഇനി ഇതൊന്ന് തിളച്ച് വരണം. നല്ല മസാല മിക്സിന്റെ സ്മെല്ലുണ്ട് അല്ലേ ഗൈസ്? നല്ല നെയ്യൊക്കെ ഇട്ട നല്ല അടിപൊളി ചപ്പാത്തിയാണ്. ഇത് കണ്ടോ ബബിള് പോലെയൊക്കെ വന്നത്? നോക്ക്. അഞ്ചുണ്ടാക്കിയ എക്കറി ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. അടിപൊളിയാ. ആ കുരുമുളകിന്റെ ഇതില്ലേ, ആ ഒരു ഇതുണ്ട്. ആ ഇപ്പൊ തിളച്ച് വന്നു കഴിഞ്ഞാൽ റെഡിയാവും. ആ കണ്ടോ കുരുമുളക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതിലിങ്ങനെ കാണുന്നുണ്ട്. നല്ല എരിവൊന്നും ഇല്ലല്ലോ? അല്ലല്ല, നല്ല എരിവില്ല, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട്. ഇനി ഫ്രൈഡ് റൈസിലേക്കുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ കടായി ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ, ഒരു ഫ്ലേവറിന്. കുറച്ച് ഉപ്പും, അരിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഗൈസ് നമ്മളെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. സ്റ്റാൻഡിലേക്ക് വെക്കാം, അല്ലെങ്കിൽ താഴെ ചൂട് തട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി കറി റെഡിയാണ്. നല്ല സ്മെല്ലും ഉണ്ട് അല്ലേ? നല്ല സ്മെല്ലുണ്ട്. ആ മസാലേന്റെ സ്മെല്ല് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പോരാതെ ഇവിടെ ഫ്രൈഡ് റൈസിന്റെ സ്മെല്ലും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ മൂടി വെക്കാം കേട്ടോ, നമുക്ക് ആവുന്ന സമയത്ത് എടുക്കാം. ഇവിടെ ഫ്രൈഡ് റൈസ് ആവുന്ന നേരം കൊണ്ട് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സി വർക്കാവില്ല ഗൈസ്. അതിൻ്റെ ജ്യൂസായിട്ട് വരുന്നുണ്ട്, ഈ ജ്യൂസ് മാത്രം മതി നമുക്ക്. ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം നമുക്ക് ജ്യൂസ്. എനിക്ക് മാത്രം വീണ് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സിൽ സ്ഥലം ഉണ്ടാവില്ല ചാർമിയ. അല്ല, കുരു സമ്മതിക്കില്ല. അങ്ങനെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു അരി ഇതിലേക്ക് മിക്സ് ചെയ്യലാണ്. അരിയല്ല, ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യലാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോ ചോറ് വേണമെങ്കിൽ നാളെ നമുക്ക് അല്ലാണ്ട് കഴിക്കാലോ. ചോറ് നല്ല വെന്തിക്കുന്നു ഗൈസിന്റെ കയ്യിൽ മൊത്തം കരിയായി. അയ്യോ തീ. ഇങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ തീ വരിക. കണ്ടില്ല, ചൈനീസ് ഷെഫുമാരൊക്കെ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇവിടെ മൊത്തം തീ കത്തുമോ? ഞാനിത് അവിടെ കുറെ നേരമായി പന്തം കത്തുന്ന പോലെ കത്തിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഗൈസ് ഞങ്ങളിപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ ശേഷം ഫുൾ പ്രൊഫഷണൽ ആണ്. ഷെഫുമാർ അടുക്കളയും ചെയ്യുന്ന പോലെ തീന്റെ ഉള്ളിൽ മൊത്തം. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ ആയി വരുന്നുണ്ട്.
നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഫ്രൈഡ് റൈസ് നമുക്ക് പ്ലേറ്റിലാക്കി കൊടുക്കാം. ഞാൻ നല്ല ഡിസൈനിലൊക്കെ ചെയ്യാം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ജ്യൂസ് ഗ്ലാസ് വെച്ചെടുക്കാം. ഇപ്പം റെഡി ആയില്ലേ? ഞാനിവിടെ 4 ഗ്ലാസ് ജ്യൂസ് പിന്നെ നമ്മുടെ ഫലൂദി ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് നമ്മളെ ചപ്പാത്തിയും കറി ഇവിടെ പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേറ്റും പിന്നെ കറിക്കുള്ള പാത്രവും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കറി ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കറി ഒന്നും കൂടെ സെറ്റായി. കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ ഗൈസ്, കുഞ്ഞു പാത്രത്തിൽ ഞാൻ കറി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പ്ലേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി വെക്കാം. ചപ്പാത്തി ഞാൻ ആ ഉണ്ടകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 1 ചപ്പാത്തി, 2 ചപ്പാത്തി, ഇതൊക്കെ കരിയാ ഗൈസ്, ആ പാത്രത്തിൻ്റെ മുകളിൽ നിന്നാവുന്നതാ. 3 ചപ്പാത്തി, 4 ചപ്പാത്തി. ഈ 4 ചപ്പാത്തി നമുക്ക് എടുത്താൽ മതി. ബാക്കി നമുക്ക് കാസ്ട്രോളിൽ അടച്ചു വെക്കാം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ചപ്പാത്തി എഗ് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ മിനിയേച്ചർ ഫുഡ് 3 സെറ്റ് ഫുഡ് ഇത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലൂദി 4 ഗ്ലാസ് ജ്യൂസ് ഇത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ 5 ഇതേ ഇവിടെ എക്കറി ചപ്പാത്തി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഷാമിന്റെ ഫ്രൈഡ് റൈസും ഓറഞ്ച് ജ്യൂസും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ആദ്യം തന്നെ ഇത് സലൂനുള്ള ജ്യൂസാണ് കേട്ടോ. സലൂനുള്ളത്, ഇത് എനിക്കുള്ളത്, ഇത് ഷാമിക്കുള്ളത്, 5ക്കുള്ളത്. കഴിച്ചോളൂ. കുടിക്കാനൊന്നും ഇല്ലല്ലോ. അതിന്റെ കൂടെ കുടിച്ചോളൂ കേട്ടോ. ഞാൻ ആദ്യത്തെ കുടിച്ചിട്ട് തുടങ്ങാം. നല്ല രസമുണ്ട്. എനിക്കൊന്നും കിട്ടുന്നില്ല. നല്ല മാങ്ങേന്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇനി സല്ലു കഴിച്ചോട്ടെ. കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ സല്ലു. ഗ്ലാസ് പോരുതേ. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ടേസ്റ്റ് ഇല്ലേ? ഇനി അടുത്ത് ഞാൻ ഫ്രൈഡ് റൈസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് ഫ്രൈഡ് റൈസ് കുറച്ചുള്ളൂ. ഹായ്, നല്ല കുരുമുളകിന്റെ ഫ്ലേവർ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കറക്റ്റ്. ഇനി ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ചോക്കട്ടെ. അയ്യോ, ഉപ്പിട്ട ഓറഞ്ച് ജ്യൂസ് പോലല്ലേ? ആ മാംഗോ ജ്യൂസിന്റെ അതോടെ പോയി. സാരല്ലേ, ഓറഞ്ച് ജ്യൂസ് ഓക്കെ അല്ലല്ലോ. അപ്പൊ ഈ മാംഗോ ജ്യൂസ് കുടിച്ചോ. പക്ഷെ ഈ ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് നല്ല ഒരു ഫ്ലേവർ ഉണ്ട് കുരുമുളകിന്റെ ഒക്കെ. ഇനി ഞാൻ ചപ്പാത്തി എഗ് കറി കഴിക്കാൻ പോവാട്ടോ. ഓരോരുത്തർക്കും ഓരോ ചപ്പാത്തി അഞ്ചി. ഓരോ ചപ്പാത്തി. ഞാൻ ചപ്പാത്തിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ്ഗിന്റെ കറിയിൽ, അയ്യോ, എഗ്ഗിന്റെ കറി ഇതെങ്ങനെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് തരട്ടെ? ഒരു ചപ്പാത്തി എടുത്ത് നോക്കി തന്നോ. ഞാനൊരു ചപ്പാത്തി ഫുള്ള് എടുത്താൽ അത് ഈ പാത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. 5 എനിക്ക് ഇതേപോലെ വലിയ ചപ്പാത്തി ഒക്കെ അടിപൊളി. നല്ല മസാല. ഈ മിനിയേച്ചർ ആണെന്ന് വിചാരിച്ചത് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. റിയൽ ആയിട്ടുള്ള ഫുഡിന്റെ റിയൽ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഇല്ലേ? ഇനി ആകെ ഒരു ചപ്പാത്തി ഉള്ളു. ബാക്കി നമുക്ക് കാസറോൾ ഉണ്ട് കേട്ടോ. ചൂടാറാതെ. ശരിയാ, ബാക്കി അവിടെ ഉണ്ട്. അത് ഞാൻ മറന്നുപോയി. എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് ഡെസേർട്ട് കഴിക്കാം കേട്ടോ. മുകളിലുള്ള പൊമഗ്രനേറ്റും വാനിലി സ്ട്രോബെറി ഐസ്ക്രീമും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ തൃപ്തി, ഇപ്പൊ ഫില്ലായി. ഡെസേർട്ട് കൂടെ വന്നപ്പോ കഴിച്ചോക്ക്. ഞാൻ ഒരു ഓറഞ്ചും ആപ്പിളിന്റെ ഒരു പീസാന്ന് തോന്നുന്നുട്ടോ. കഴിച്ചോക്കട്ടെ. അയ്യോ, നല്ല രസമുണ്ട്. ഇനി ഞാൻ തിന്നട്ടെ. ഒരു പൊമഗ്രാനേറ്റ് കിട്ടിക്ക്.
അയ്യോടാ ചപ്പാത്തി ഒക്കെ കഴിഞ്ഞ് ഗൈസ് കറിയും തീർന്ന് ഒരൊറ്റ എടുക്കലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരും കൂടി ഇത് അതിന്റെ ഫ്രൈഡ് റൈസും തീർന്നു, ഓറഞ്ച് ജ്യൂസും തീർന്നു. ആ ഇനി മാംഗോ ജ്യൂസ് മാത്രം ബാക്കിയുണ്ട്. അത് നമുക്ക് പിന്നെ സമാധാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിക്കാം guys. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ പറയാ. അവരായിരിക്കും ഈ റൗണ്ടിൽ വിന്നർ ആയിട്ട് വരിക. ഇനി നമ്മൾ അടുത്തൊരു മിനിയേച്ചർ കുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട മിനിയേച്ചർ ഫുഡിന്റെ ലിസ്റ്റുകൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി കാണാൻ താല്പര്യമുള്ള ഫുഡിന്റെ ലിസ്റ്റ് എന്തായാലും താഴെ പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.